ഒരു നഗ്നനായ ഒരു സന്യാസി വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത് ഓടിക്കുന്ന ആൾ വിചാരിച്ചു ഇത് ഏതോ ഭ്രാന്തുള്ള ആളായിരിക്കും. അയാൾ സൈഡിൽ കൂടെ എടുത്ത് പോകാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി നിന്നു, തന്നെത്താൻ വണ്ടി സ്റ്റോപ്പായി. എന്നിട്ട് ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു അതിനകത്തുള്ള ഫുഡ് ഞങ്ങൾക്കുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും 3 മുഖമുണ്ട്. ലോകത്തിന് എല്ലാവർക്കും 3 മുഖങ്ങൾ. ഒരു മുഖം നമ്മൾ പുറത്ത് കാണിക്കുന്ന മുഖം, ഒരു മുഖം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ മാത്രം കാണുന്ന മാത്രം കാണിക്കുന്ന മുഖം, മൂന്നാമത്തെ മുഖം നമ്മൾ ആരും കാണിക്കാത്തൊരു മുഖം. ഈ 3 മുഖം എല്ലാവർക്കും ഉണ്ട്. ഡിസ്റ്റൻസ് ഈ 3 മുഖമാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു ലാർജർ പ്രിൻസിപ്പിളാണ് ഈ ഗോഡ് ഫാക്ടർ, ലോകം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ആ ഫാക്ടറിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല ഈ ലോകം മെയിൻറ്റെയിൻ ചെയ്യാൻ. ലൈഫിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അത് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓരോ മീറ്റിങ്സിനും കാര്യമുണ്ട്, ഓരോ പാർട്ടിങ്സ്, അതായത് ഒരു സമയപരിധിയിൽ നിൽക്കുകയുള്ളൂ. എല്ലാ റിലേഷൻഷിപ്സിനും ഒരു സമയപരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ അതില്ല. നമ്മുടെ ശരീരമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും. അപ്പോൾ ആ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുന്നിൽ എന്താണോ വന്നത് അത് നിങ്ങൾ കറക്റ്റായി ചെയ്യുക. ഇപ്പോൾ ഒരാൾ മുമ്പിൽ വന്നു, അയാൾ ചോദിക്കുകയാണ് നമ്മളോട്, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും. ഇപ്പോൾ ഞാൻ വരുമ്പോണ്ടായി മറ്റേ ഇവിടെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഷൊർണൂർ ഒരു പോർട്ടർ വന്നിട്ട് ഭയങ്കര മഴയുള്ള സമയമാണല്ലോ. അപ്പോൾ പോർട്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഒരു ജോലിയും കിട്ടിയിട്ടില്ല, ഞാൻ നിങ്ങളുടെ ബാഗ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോളൂ. അപ്പോൾ വേറൊരാളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അല്ല അതിൻ്റെ ആവശ്യമില്ല, ബാഗ് നമുക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു അതല്ല, ഇയാളൊന്നും ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാൾ ബാഗ് കൊണ്ടുവന്ന് കാറിൽ വെച്ചു, പൈസ കൊടുത്തു, അയാൾ ഹാപ്പി. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറഞ്ഞു. അതിൻ്റെ ഒരു തൃപ്തി നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ പേഴ്സണൽ കണ്ടന്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മളെ എക്സ്പാൻഡ് ചെയ്യും. അതിപ്പം എന്ത് ലോകത്ത് സംഭവിക്കണം അതിൻ്റെ മുകളിൽ കൺട്രോളില്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി വിചാരിച്ച് ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിലും നമുക്ക് കൺട്രോളില്ല. എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതിന് നല്ല ഇഫക്റ്റ് വരണമെന്നില്ല. പക്ഷേ നമുക്കുള്ള ഒരു പേഴ്സണൽ കണ്ടന്റ്മെന്റ് ഉണ്ടല്ലോ, എനിക്ക് ഇന്ന് ഈ വ്യക്തി ഞാൻ കാരണം ഊണ് കഴിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പറയുമ്പോൾ നമുക്കൊരു തൃപ്തിയുണ്ട്. ഈ ലെവലിൽ നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് നല്ല 1-2 അനുഭവമുണ്ട്. അപ്പോൾ ഈ അന്നദാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ ഈ കോവിഡ് സമയത്ത് മിക്കവാറും എല്ലാ ആശ്രമങ്ങളും ക്ലോസ് ചെയ്തു. ഗവൺമെന്റ് ലോ ആയിരുന്നു, ഒന്നും തുറക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയാണ്, ഈ വാണ്ടറിങ് മങ്സ് ഉണ്ട്. അവർ ഒരു സ്ഥലത്ത് 3 ദിവസത്തേക്കുള്ളിൽ താമസിക്കില്ല, പരിവ്രജകരെന്ന് പറയും. അവരൊരു സ്ഥലത്ത് 3 ദിവസം മാക്സിമം നിൽക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് അവർ യാത്ര ചെയ്യും. അങ്ങനത്തെ ഒരാൾക്കും ഭക്ഷണമില്ലായിരുന്നു, അവർ ഫുഡ് കിട്ടില്ലായിരുന്നു. കാരണം റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ആശ്രമങ്ങളാണ് നോർത്തിലൊക്കെ, എല്ലാ ആശ്രമങ്ങളും ഫുഡ് കൊടുക്കുന്നതാണ്, അതും പൂട്ടി. അപ്പോൾ ഇതുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ ഇൻറ്റൻസിഫൈ ചെയ്തത്. അന്നൊരു അനുഭവം ഉണ്ടായി. ഞാനന്ന് സ്ലൊവീനിയയിലാണ് 2021. അന്ന് കുംഭമേള നടക്കുന്നുണ്ട്, മറ്റേ ഹരിദ്വാറിൽ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ കാഷ്വലായിട്ട് എൻ്റെ അസിസ്റ്റൻറ്റിനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ അന്നദാനം നടക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഗവൺമെൻറ് ഓർഡറാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കുംഭമേള നടക്കുകയാണ്, ഒരുപാട് പേര് അവിടെ വരുന്നുണ്ടായിരിക്കും, അവർ ഭക്ഷണം ഉണ്ടാവില്ല, ലെറ്റസ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 3 വീലറിൽ 3 ചക്രമുള്ള ഒരു വെഹിക്കിൾ, ഈ സാധനം കൊണ്ടുപോകുന്ന അതിൽ ആൾക്കാർക്കും പോവാം, പക്ഷെ ആൾക്കാരും കൂടുതൽ മറ്റേ സ്പേസ് ഉണ്ട്, മറ്റേ ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള. അങ്ങനെ വെഹിക്കിൾ പോകുന്ന വഴിക്ക് ഒരു നഗ്നനായ ഒരു സന്യാസി വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇത് ഓടിക്കുന്ന ആൾ വിചാരിച്ചു ഇത് ഏതോ ഭ്രാന്തുള്ള ആളായിരിക്കും. അയാൾ സൈഡിൽ കൂടെ എടുത്ത് പോകാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി നിന്നു, തന്നെത്താൻ വണ്ടി സ്റ്റോപ്പായി. എന്നിട്ട് ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു അതിനകത്തുള്ള ഫുഡ് ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന്, ഈ ഓട്ടോയിൽ 2 പേരുണ്ടായിരുന്നു, അവർ അത് സർപ്രൈസായി. ഇയാൾക്കിത് കാണാനൊന്നും പറ്റില്ല ഈ ഫുഡ്, കാരണം ഇത് കവേർഡാണ്. അന്നത്തെ ലോ അങ്ങനെയായിരുന്നല്ലോ, നമ്മൾ കവർ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് ആ ഫുഡ് ഉണ്ടെന്നറിയാം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഫുഡ് കൊണ്ടുവരൂ പറഞ്ഞു. എന്നിട്ട് ഇവർ ഈ ഫുഡും എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ വഴി കൂടെ ഒരു കാടും പ്രദേശത്ത് കൂടെ നടന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഏരിയ, ഒരു ക്ലിയറിംഗ് ഉണ്ട്. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് മുമ്പിൽ ഒരു സ്പേസ് ഉണ്ട്. അവിടെ 10-16-17 പേര് ഇരിപ്പുണ്ട്, ഇതേപോലത്തെ ആൾക്കാർ, താടിയും ചെടിയൊക്കെ ആയിട്ട്, മേത്ത് ഭസ്മൊക്കെ തേച്ചിരിക്കുന്നുണ്ട്, നാഗസന്യാസിമാരെ പോലെ. എന്നിട്ട് അവർ പറഞ്ഞു ഈ ഭക്ഷണം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും കൊടുത്തു. ഇതൊരു വീഡിയോ ഫുട്ടേജ് ഉണ്ട്, അത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞു ഈ ഭക്ഷണം മോഹൻജി കൊടുത്തയച്ചതാണ്, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം വരും, ഇന്ത്യയിൽ വരും, പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടാണ്, അപ്പോൾ ഇത് ഇവിടെ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കിതെങ്ങനെ അറിയാൻ പറ്റി? അപ്പം ഞാൻ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, നമുക്ക് ഒരിക്കലും
ആര് കഴിക്കുന്നത് അറിയില്ല. നമുക്ക് ഈ കർമ്മം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് റിസീവ് ചെയ്യുന്ന ആരാന്ന് അറിയില്ല. ഇവർ ഒബ്വിയസ്ലി ഇവർ വലിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ഡീറ്റെയിൽ അറിയാൻ വയ്യല്ലോ. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഇത് കണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാളെ അവിടെ പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു മനുഷ്യനില്ല അവിടെ. ആ അമ്പലത്തിലൊരു പൂജാരി ഉണ്ട്. അയാളോട് ചോദിച്ചു ഇവിടെ കുറേ പേരുണ്ടായിരുന്നു, അവർ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വീഡിയോ പ്രൂഫ് ഉണ്ട്. ഇവർ കഴിച്ചതും അവർ ബ്ലസ് ചെയ്തതും എല്ലാം അതിലുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഒരു പുറത്തെ ലോകത്തിന് അറിയാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ എല്ലാം ഈ സെൻസസ് കൊണ്ട് അളക്കണതേ കിട്ടുള്ളൂ എന്ന്. മെറ്റാഫിസിക്കലാണ് കൂടുതൽ. സെൻസസ് കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് വളരെ കൂടുതൽ. അങ്ങനെ കണ്ടമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്ന ആരാന്ന് അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഈ ആക്ട് 4 ഡിജിറ്റ് 4 ഉണ്ടല്ലോ, ഹങ്കർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്, ലോകത്ത് മുഴുവൻ ഉണ്ട്. അത് മറ്റേ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അത് വൈൽഡിൽ, അതായത് പുഴയിലോ കുളത്തിലൊക്കെ, അതായത് ഫിഷ് ടാങ്കിലല്ല, പുറത്ത്. അതെ, ഭക്ഷണം കൊടുക്കും. പറവകൾക്ക്, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും. അതേപോലെ മൃഗങ്ങൾക്ക് എല്ലാം ലോക്കൽ കൊടുക്കും. അതേപോലെ വൃദ്ധർക്കും അനാഥരായ കുട്ടികൾക്കും. അങ്ങനെ അതാണ് ആക്ട് 4 ഹങ്കർ. അത് 10-90 രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് എന്താ കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ചെയ്യാവുന്ന ഒരു എക്സ്പ്രഷൻ ഓഫ് കൈൻഡ്നെസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബി കൈൻഡ്, ഫ്രം മാൻ കൈൻഡ് ടു കൈൻഡ് മെൻ. അതാണ് എൻ്റെ ജോലി എന്ന് ഞാൻ പറയാറ്. അതായത് നമ്മൾ ഉള്ളിൽ എപ്പോഴും ഒരു നന്മ, കാരുണ്യം വളർത്തിക്കൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ ഉള്ളിൽ വരുന്നത്, നമ്മളിപ്പോൾ ഈ ന്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് പലപ്പോഴും നീചമായ ചിന്തകൾ വരാം, അല്ലേ? നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻപുട്ട് ഉണ്ടല്ലോ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ഇൻപുട്ട് ഉണ്ട്. പിന്നെ ജാതി, മതം, വേർതിരിവുകൾ, കളറ്, കൾച്ചർ, എല്ലാത്തിൻ്റെയും ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് ബേസിസിൽ ഉള്ള വേർതിരിവ് നടക്കുന്നുണ്ട് ഉള്ളിൽ. അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ്നെസ് ഫാക്ടർ വേണം. ഗുഡ്നെസ്സോ റൈറ്റിയസ്നെസ്സോ, നന്മകൾ, കാരുണ്യം, ദയ, ഇതെല്ലാം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. അല്ലാണ്ട് വളരില്ല അത്. കാരണം അങ്ങനെ ഒരു ഇൻപുട്ട് പുറത്തുനിന്ന് ഒരുപാട് വരുന്നില്ല. അപ്പോൾ ഈ മെയിനായിട്ട് എൻ്റെ ഒരു മീഡിയം അല്ലെങ്കിൽ മീൻസ് ഓഫ് കണക്റ്റിംഗ് ടു പീപ്പിൾ ത്രൂ ഫുഡാണ്. അത് കൊടുക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമേ കൊടുക്കാവൂ. അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഞാൻ കൊടുക്കണ കാര്യമില്ല. അത് എല്ലാവർക്കും, അത് പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണം ക്വാളിറ്റി നന്നായിരിക്കണം. അവർക്ക് അത് കാരണം ഒരു ഉപദ്രവം വരാൻ പാടില്ല, നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ഒരു നന്മയുടെ ഒരു എക്സ്പ്രഷനാണ് അന്നദാനം എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കും. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ജന്മം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ഒരു ബാല്യകാലം കൊണ്ടൊക്കെ ഭാരതത്തിൻ്റെ സംസ്കാരം, ഹിന്ദു വിശ്വാസങ്ങൾ, ഇതിലൂടെയൊക്കെ പോയ ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും ലോക രാഷ്ട്രങ്ങൾ കണ്ടിട്ടുള്ള, സ്പിരിച്വലി അത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അങ്ങയോട് സിമ്പിളായൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അങ്ങയുടെ കാഴ്ചപ്പാടിൽ എന്താണ് ഈ സ്പിരിച്വാലിറ്റി? സെൽഫ് കണക്ഷൻ. നമ്മളായിട്ടുള്ള കണക്ഷൻ മാത്രമാണ് സ്പിരിച്വാലിറ്റി മതമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലത്തെ ഊർജ്ജത്തിന്റെ ചലനം മനസ്സിലാക്കുക സ്പിരിച്വാലിറ്റി. അതിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ചോദ്യം ഇപ്പോഴാണ് വന്നതെന്നുള്ളതേ ഉള്ളൂ. അത് അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ഞാനായിട്ട്. അതിനൊരു എക്സ്പ്രഷനും ആവശ്യമില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും 3 മുഖമുണ്ട്. ലോകത്തിലെല്ലാവർക്കും 3 മുഖങ്ങൾ. ഒരു മുഖം നമ്മൾ പുറത്ത് കാണിക്കുന്ന മുഖം, ഒരു മുഖം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ മാത്രം കാണിക്കുന്ന മുഖം, മൂന്നാമത്തെ മുഖം നമ്മൾ ആരും കാണിക്കാത്തൊരു മുഖം. ഈ 3 മുഖം എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷേ ഒരു ചെറിയ കുട്ടി എടുത്ത് നോക്കുക, ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് അതുണ്ടാവില്ല. അത് ഒറ്റ മുഖമുള്ളൂ. അതേപോലെ തന്നെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ഒറ്റ മുഖമുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും ഈ ഡിസ്റ്റൻസ് ഈ 3 മുഖമാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു റിലീജിയൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയുടെ ബേസിസിലോ, ഇനി എത്തീസം തന്നെയാണ്, അത് ഒരു ഫിലോസഫി തന്നെയാണ്, അതിൻ്റെ ബേസിലൊക്കെ നമ്മൾ പറയുന്നത് ഞാൻ ഇന്നതാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളിതൊന്നുമല്ല, നമ്മൾ മതമല്ല, ജാതിയല്ല, ഒന്നുമല്ല. നമ്മൾ ഈ സമയത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്ന കൺസെപ്റ്റ് ഉണ്ട്, അത് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രസക്തി, അല്ലേ? ഇന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രസക്തി. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഫോർമാറ്റാണ്. ആ എനർജി ഫോർമാറ്റ് 100% ന്യൂട്രലാണ്.
അത് ദൈവത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ എനർജിയുടെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കിയാൽ മതി. ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ പോലെ തന്നെ വേറെ സൃഷ്ടിച്ചു പറയുന്നത്, ഈ എല്ലാ സൃഷ്ടികളും താൽക്കാലികമാണ്, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജി താൽക്കാലികമല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രസക്തി നമ്മുടെ ഉള്ളിലുള്ളത്, ദൈവിക ശക്തി നമ്മുടെ ഉള്ളിലുള്ളത്. അത് 2 ടൈപ്പായിട്ടാണ് നമ്മൾ അറിയുന്നത്, എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് എന്താ വെച്ചാൽ സോഴ്സായിട്ട്, അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്ത സ്റ്റിൽ എനർജി, ലോകം മുഴുവൻ നിലനിൽക്കുന്ന എനർജി എന്ന് പറയാം. 2 മൂവിങ് എനർജി, അത് നമ്മുടെ ഉള്ളിൽ ഇപ്പം നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം പ്രാണ എന്നൊക്കെ പറയും. പ്രാണ എന്ന് പറയുമ്പോൾ മൂവിങ് ആണ്, പ്രാണ അപാന, ആ മൂവ്മെന്റ് ആണ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ലാർജർ പ്രിൻസിപ്പിളാണ് ഈ ഗോഡ് ഫാക്ടർ, ലോകം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ആ ഫാക്ടറിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല ഈ ലോകം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ ഇലക്ട്രിസിറ്റി പോലെ, ഈ ഇലക്ട്രിസിറ്റിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല ലൈറ്റ് ബൾബ് കത്തിക്കണം എന്ന്, അല്ലെങ്കിൽ അതിൽ പ്രകാശം വേണമെന്നൊന്നും അതിനൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അതിൽ കൂടെ പോകുമ്പോൾ പ്രകാശം വരും തന്നെ. അതേപോലെ ന്യൂട്രലാണ് സൂര്യൻ. സൂര്യൻ ഒരിക്കലും ഡിസൈഡ് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല ഞാൻ കുറച്ച് ചൂട് കൊടുക്കാം, വെളിച്ചം കൊടുക്കാമെന്ന്. സൂര്യൻ്റെ പ്രസൻസ് തന്നെ അത് വരുന്നതാണ്. അപ്പോൾ കുറേ ന്യൂട്രാലിറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോഡ് ഫാക്ടർ മനസ്സിലാവും. 100% ന്യൂട്രൽ, നോ ഇൻട്രസ്റ്റ് ഇൻ ലൈഫ് അല്ലെങ്കിൽ ക്രിയേഷൻ. അതിപ്പോൾ ഒരു സ്കൾപ്റ്റർ കുറേ പണിയെടുത്തിട്ട് ഒരു സ്കൾപ്ചർ, നല്ലൊരു ഭംഗിയിലൊരു സ്കൾപ്ചർ ഉണ്ടാക്കി. അത് കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ മുകളിലിരിക്കും, അയാൾ വേറെ സ്കൾപ്ചറിൻ്റെ മുകളിൽ പോവും. അയാൾക്ക് ഇഷ്ടപ്പെടും, ഓഫ് കോഴ്സ്. അതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും.